ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ ഒക്കെ ഉള്ള ഒട്ടുമിക്ക പുരുഷന്മാരുടെയും അല്ലെങ്കിൽ ആൺകുട്ടികളുടെയും ഒക്കെ ഉള്ള ഒരു സംശയമാണ്, ഇവൾ എന്തിനാണ് എപ്പോഴും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അതിന് മാത്രം ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. റിലേഷൻഷിപ്പിൽ ഉള്ള പെൺകുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതിൻ്റെ ഒരു 9 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു 9 കാരണങ്ങളുണ്ട്. ഈ 9 കാരണങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, മിസ്റ്റേക്സ് ഇൻ പബ്ലിക്കാണ്. അതായത് നിങ്ങളുടെ പെൺകുട്ടി എന്തെങ്കിലും ഒരു കാര്യം പബ്ലിക്കായിട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഒക്കെ കൂടെ നിന്നപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു, ആ ചെയ്ത കാര്യം നിങ്ങൾ അപ്പോൾ തന്നെ ഓപ്പണായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് വിളിച്ചു പറയുകയാണ്, അല്ലെങ്കിൽ അവളോട് ദേഷ്യപ്പെടുകയാണ്. എല്ലാ ആളുകളും ഇത് കേട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് നന്നായിട്ട് ദേഷ്യം ഉണ്ടാകും. ആ ഒരു ദേഷ്യം ആ ഒരു സമയം അവൾ കാണിച്ചില്ല എങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ, അതിപ്പോൾ നിങ്ങൾ വീട്ടിലെത്തുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്തൊക്കെ ആയിരിക്കും അവളത് കാണിക്കുക. ഈ ഒരു കാര്യം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും അവൾ പിന്നെ നിങ്ങളോട് വഴക്കുണ്ടാക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി പബ്ലിക്കായിട്ടൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കൊക്കെ കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാം. പക്ഷെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞ് അവളെ നാണം കെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം അവിടുന്ന് മാറിപ്പോയതിനു ശേഷം, അതായത് നിങ്ങളുടെ അടുത്തുനിന്ന് ആൾക്കാരൊക്കെ പോയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു തെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ചില ആൺകുട്ടികളുണ്ട്, എല്ലാവരുമല്ല, ചിലർ ഇങ്ങനെ പെൺകുട്ടികളെയൊക്കെ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുക, ഇതൊക്കെ ഭയങ്കര അന്തസ്സായിട്ട് അല്ലെങ്കിൽ ഒരു ആളാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോടൊരു നെഗറ്റീവ് തോന്നുകയും അതേപോലെ തന്നെ പിന്നീട് ഒരിക്കൽ അവൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളോട് വഴക്കുണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പൊസസീവ്നെസ് ആണ്. അതായത് നിങ്ങൾ മറ്റേ ഗേൾസിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന ടൈമിൽ നിങ്ങൾ വേറെ ഗേൾസിനെയൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ്. എന്നിട്ട് പറയും, അവളെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടല്ലേ, ആ മുടിയൊക്കെ നോക്കിക്ക്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയും. ആ ഒരു ടൈമിൽ ആ ഒരു പെൺകുട്ടി അപ്പോൾ ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചൊക്കെ കാണിക്കും. ആ ഒരു ടൈം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നീട് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഗേൾസ് പൊതുവേ കുറച്ച് ഓവർ തിങ്കിങ് ആണല്ലോ, അവർ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കുക, പിന്നീട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഗേൾസൊക്കെ കുറച്ച് പൊസസീവ്നെസ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം, അതായത് മറ്റുള്ള ഗേൾസിനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു ഒന്നും സ്വന്തം പെൺകുട്ടി, അതായത് നിങ്ങളുടെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഇഷ്ടപ്പെടായിക അല്ലെങ്കിൽ ആ ഒരു ദേഷ്യമാണ് പിന്നീട് ഒരു വഴക്കിലേക്ക് വരികയും നിങ്ങളോട് കാരണമില്ലാതെ വഴക്കുണ്ടാക്കാൻ അതൊരു ആയുധമാക്കി അവർ മാറ്റുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇൻസൾട്ടാണ്. അതായത് ചില ആൺകുട്ടികളുണ്ട്, അവരുടെ പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ വൈഫ്, ഗേൾ ഫ്രണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് പറയുകയും പിന്നീട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ മിസ്റ്റേക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ആ ഒരു പെൺകുട്ടീനെ അവിടെ വെച്ചിട്ട് കളിയാക്കും. ഇത് ഒരു മനസ്സിൽ, ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഇതൊരു തീക്കനൽ പോലെ കിടക്കുകയായിരിക്കും പിന്നെ ചെയ്യുക. പിന്നീട് ഒരവസരം ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് അവൾ നിങ്ങളോട് വഴക്കുണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു. പിന്നീട് അതൊരു വലിയ വഴക്കിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഹൈഡിങ് സംതിങ് ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പെൺകുട്ടിയിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. ആ ഒരു കാര്യം ആ ഒരു പെൺകുട്ടി അറിയുകയും ചെയ്യും. അങ്ങനെ അറിയുന്ന ടൈമിൽ അവൾക്ക് നന്നായിട്ട് നിങ്ങളോട് ദേഷ്യം ഉണ്ടാകുകയും പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ
ഇത് ഉള്ളിൽ വെച്ചിട്ട് അവൾ നിങ്ങളോട് വഴക്കുണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ പെൺകുട്ടിയിൽ നിന്നും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട. എല്ലാ കാര്യവും നിങ്ങൾക്ക് ഓപ്പണായിട്ട് അവളോട് പറയാവുന്നതാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 5ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, അങ്ങോട്ട് നോക്കല്ല്, ഇങ്ങോട്ട് നോക്കല്ല് തുടങ്ങി അനാവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വെക്കുന്നവരാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആരും ആരുടെയും ലൈഫിൽ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ നിൽക്കണ്ട. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കള്ളം പറയുന്നതാണ്. അതായത് ചില പുരുഷന്മാരുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു പെൺകുട്ടീനെ വിശ്വസിപ്പിച്ച് വെക്കും. എന്നാൽ ഒരു നാൾ ആ ഒരു പെൺകുട്ടി നിങ്ങൾ പറഞ്ഞ കള്ളം ഒക്കെ അറിയുന്ന ദിവസം ആ ഒരു കാര്യം ഒക്കെ മനസ്സിൽ വെച്ചിട്ട് അവൾ നിങ്ങളോട് ദേഷ്യം കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കള്ളങ്ങളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ നിങ്ങളുടെ സ്നേഹിക്കുന്ന അതായത് നിങ്ങളുടെ പെൺകുട്ടിയോട് പറയേണ്ട ആവശ്യമേ ഇല്ല. ചില ആളുകളുണ്ട്, അവർ കള്ളം മാത്രമേ പറയത്തുള്ളൂ. ഇങ്ങനെ കള്ളം പറയുന്നത് വേറെ ഒന്നുമല്ല, ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു കാര്യം ആ ഒരു പെൺകുട്ടി അറിയുന്ന ദിവസം അല്ലെങ്കിൽ അറിയുന്ന സമയം മാക്സിമം അവൾ നിങ്ങളോട് ദേഷ്യം കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി 7ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 7ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ജോക്കാണ്. അതായത് തമാശയൊക്കെ. നിങ്ങൾ എല്ലാവരും തമാശ പറയുന്നവരും എൻജോയ് ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും അല്ലേ? എന്നാൽ ചില സമയം നിങ്ങളുടെ പെൺകുട്ടീനെ കുറിച്ചിട്ട് നിങ്ങൾ തമാശ പറയുകയാണ്. ഈ പറയുന്നത് ഒക്കെ നിങ്ങളുടെ ചിലപ്പോൾ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ആ ഒരു പെൺകുട്ടീനെ കളിയാക്കുന്നു, ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ അവൾക്ക് നന്നായിട്ട് ദേഷ്യം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ ആ ഒരു സമയം അവൾ അങ്ങോട്ട് ചിരിച്ച് തള്ളുകയായിരിക്കും ചെയ്യുക, വേറെ ഒന്നും പറയത്തില്ല. എന്നിരുന്നാലോ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഒരു സമയം ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അവൾ നിങ്ങളോട് പെരുമാറാനും ദേഷ്യപ്പെടാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തമാശയൊക്കെ ഒരുപാട് നല്ലതാണ്, എല്ലാവരും ചിരിക്കുന്നതുമാണ്. എന്നിരുന്നാലും ആരെയും ഹർട്ട് ചെയ്തുകൊണ്ട് അതായത് ആരുടെയും മനസ്സിനെ മുറിവ് ഏൽപ്പിച്ചുകൊണ്ടുള്ള തമാശകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 7ാമത്തെ കാര്യം. ഇനി 8ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 8ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഡിസ്റെസ്പെക്റ്റ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒക്കെ വെച്ചിട്ട് ഒരു ബഹുമാനം കൊടുക്കാത്തൊരവസ്ഥ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ ഒക്കെ അവൾ ഈ കാര്യം ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് നിങ്ങളോട് ദേഷ്യം കാണിക്കുക അല്ലെങ്കിൽ വഴക്കിടുക, പിണങ്ങുക ഒക്കെ ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 8ാമത്തെ കാര്യം. ഇനി 9ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 9ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നോട്ട് ലിസണിങ് ആണ്. അതായത് നിങ്ങളുടെ പെൺകുട്ടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുന്ന ടൈമിൽ നിങ്ങൾ അവളെ ശ്രദ്ധിക്കുന്നേ ഇല്ല, നിങ്ങൾ വേറെ പല ആക്ടിവിറ്റീസിലായിരിക്കും. ഈ ഒരു സമയം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവൾക്ക് ദേഷ്യം തോന്നുകയും അതേപോലെ തന്നെ അവൾ നിങ്ങളോട് വഴക്കിടാനും ഒക്കെയുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 9ാമത്തെ കാര്യം. അപ്പോൾ ഈ പറഞ്ഞ 9 കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.